ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും വളരെയധികം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള എൻ്റെ സ്റ്റേറ്റ്മെന്റ് നൽകുവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. തമ്പലയും കണ്ടപ്പോൾ തന്നെ എന്താണ് ടോപ്പിക് എന്ന് ഇതിനോടകം തന്നെ നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക, അല്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്തു പോവുക. ഈ ഒരു വീഡിയോ കാണുന്നവർ പൂർണ്ണമായും കണ്ട ശേഷം മാത്രം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമ്മുടെ നാഷണൽ മീഡിയ തൊട്ട് ലോക്കൽ മീഡിയ വരെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്ത ഒരു ടോപ്പിക്കാണ് ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അഭിജിത്ത് ദീപ്കെ, സോനം വാങ്ചുക് എന്നിവരുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ സമരമായിരുന്നത്. എന്നാലും കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളും ഈ പറയുന്ന CJPയുടെ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഇത്രയും വിശേഷങ്ങളാണ് ഡൽഹിയിൽ നടന്നത്. പക്ഷേ ഇനി കേരളത്തിൽ നടന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത് അതിലും കെങ്കേമമായിരുന്നു. TG മോഹൻദാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം RSSും BJPയും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി. അദ്ദേഹത്തിന്റെ വീഡിയോസ് പത്രിക എന്ന് പറയുന്ന ഒരു ചാനലിൽ പതിവായിട്ട് വരാറുണ്ട്. ഞാൻ ആ വീഡിയോസ് എല്ലാം പോയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് പോയി കാണുമ്പോൾ ധാരാളം പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ വിധി പ്രഖ്യാപനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ ആ വീഡിയോസിനകത്ത് കാണും. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻകാലങ്ങളിൽ നടന്ന പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കാറുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ, അതായത് പൊളിറ്റിക്കൽ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ നമ്മൾ നേരെ TGയുടെ ചാനലിനകത്ത് പോയാൽ മതി. കൃത്യമായിട്ട് ഡേറ്റ് വരെ പുള്ളി പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോസ് എല്ലാം പോയി കാണാറുണ്ട്. എന്തായാലും അദ്ദേഹം പത്രികയിൽ ഈ ഒരു CJP സമരവുമായി ബന്ധപ്പെട്ട് ചെയ്ത 2 വീഡിയോസിൽ നിന്നുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, TGയുടെ ആ ഒരു നിലപാടിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ കൊന്നെടുക്കാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ എത്ര പേര് സമരം കിടക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവിടെ സമരം കിടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഒന്ന് കൊന്നു തരുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറിന്റെ പടിക്കൽ സമരം ഇരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ കൊന്നു തള്ളാണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിന് മാത്രമേ സമയം കാണൂ. അതിന് പകരം അവരുടെ പ്രശ്നം എന്താണോ അത് കൃത്യമായിട്ട് പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്താണ്ട് സാധിക്കുന്നിടത്താണ് ഒരു ഗവൺമെന്റ് വിജയിക്കുന്നത്. ആ ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു CJP സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിജയമാണ്. കാരണം മറ്റൊന്നുമല്ല, വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ ജെനുവിനാണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. സോ ആ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിജയമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് അങ്ങനെയല്ല, കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി എന്നൊക്കെ പറയുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കളും പറഞ്ഞു ഇത് മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന്. പക്ഷെ ഈ പറയുന്ന പൊട്ടന്മാർക്കറിയില്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി 12 വർഷക്കാലമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് BJP എന്ന് പറയുന്ന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പല സുപ്രധാനമായിട്ടുള്ള ബില്ലുകളും പ്രതിഷേധത്തെ തുടർന്ന് BJP പിൻവലിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കർഷക സമരം, ആ ഒരു കർഷക സമരം നടക്കാനിടയായിട്ടുള്ള ആ ഒരു ബില്ല് BJP പിൻവലിച്ചിട്ടുണ്ട്. എന്നിട്ട് BJP ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. സോ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 100-ലധികം ബില്ലുകൾ BJP പിൻവലിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ട്. അതൊക്കെ സ്വാഭാവികമാണ്, ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ അങ്ങനെയൊക്കെ നടക്കും. എന്ന് വെച്ച് ഇന്ത്യയിൽ സമരക്കാർക്ക് നേരെ വെടിവെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ഇഷ്ടം പോലെ തവണ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡൽഹിയിൽ തന്നെ നടന്നൊരു സംഭവം, 1966 നവംബർ 7-ന് ഡൽഹിയിൽ നടന്ന ഗോരക്ഷാ പ്രക്ഷോഭവും പോലീസ് വെടിവെപ്പും ഇന്ദിരയുടെ കാലത്ത് ഹൈന്ദവ സന്യാസിമാർക്കെതിരെ നടന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സംഭവം. അന്ന് ഇന്ദിരാഗാന്ധിക്ക് ഒരു ശാപം ലഭിച്ചിരുന്നു.
നീ എങ്ങനെയാണോ ഈ സന്യാസികളെ വെടിവെച്ച് കൊന്നത് അതേപോലെ തന്നെ നിന്നെയും വെടിവെച്ച് കൊല്ലുമെന്ന് ഒരു സന്യാസി ശ്രേഷ്ഠൻ അന്ന് ഇന്ദിരാഗാന്ധി ശപിച്ചു എന്നൊക്കെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം അംഗരക്ഷകർ വെടിവെച്ച് കൊന്നതെന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. നമ്മുടെ കേരളത്തിലും വെടിവെപ്പൊക്കെ നടന്നിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് സമരക്കാർക്ക് നേരെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് പുഷ്പൻ, അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന് വെടിവെച്ചത് MV രാഘവൻ എന്ന് പറയുന്ന മിനിസ്റ്റർക്കെതിരെ സമരം നയിച്ചതിന്റെ പേരിലായിരുന്നു. ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിയായിരുന്നു സഖാവ് പുഷ്പൻ ഈ കഴിഞ്ഞ കാലം വരെ. ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല. അതേപോലെ എത്ര സമരങ്ങൾ നമ്മുടെ കേരളത്തിൽ, ജനാധിപത്യം പ്രസംഗിക്കുന്ന കേരളത്തിൽ തന്നെ വെടിവെച്ച് തീർത്തിട്ടുണ്ട്. മുത്തങ്ങയിൽ നടന്ന വെടിവെപ്പ്, അങ്ങനെ എത്ര വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും സമരക്കാരോട് ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന ഒരു ഭരണാധികാരിയും ചർച്ച ചെയ്തില്ല. അതിനു വരെ അത് വെടിവെച്ച് തീർക്കുകയായിരുന്നു. അതേപോലെ തന്നെ പോലീസ് അതിക്രമങ്ങളിൽ എത്ര സ്ത്രീകൾക്ക് മാനം നഷ്ടമായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അതൊക്കെ മറന്നു പോകുന്നു? ഏതായാലും TG എന്ന് പറയുന്ന വ്യക്തിയെ സംഘപരിവാർ സംഘടനകൾ തള്ളിപ്പറഞ്ഞു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിൽ അതിന്റെ അണികൾക്ക് മാത്രമല്ല, അതായത് സ്വയം സേവകരായിട്ടുള്ള വ്യക്തികൾ മാത്രമല്ല ഈ ഒരു സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത്. അതിന്റെ പിന്നിൽ ചാലകശക്തികളായിട്ടുള്ള നിരവധി ബുദ്ധിജീവികളുണ്ട്. അവരാരും പബ്ലിക് ഡൊമൈനിൽ വരാറില്ല. ഇപ്പൊ TG യെ കുറിച്ച് പറയുകയാണെങ്കിൽ TGക്ക് ഔദ്യോഗികമായിട്ട് RSSന്റെ BJPയുടെ ഒരു ചുമതലയില്ല. പക്ഷെ അദ്ദേഹം എന്നും സംഘപരിവാർ രാഷ്ട്രീയം അതിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഓരോ ചർച്ചകളിലും പങ്കെടുക്കുന്നത്. TGനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചാനൽ ചർച്ചകളിൽ സംഘപരിവാർ സംഘടനകളിലെ മുഖമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. BJPയുടെ ഉൾപ്പെടെ മുഖമായിട്ട് അദ്ദേഹം വന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം BJPയുടെ സംസ്ഥാന വക്താവായതുകൊണ്ടല്ല വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു ചർച്ചയിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചാനലുകൾ ചർച്ചയ്ക്ക് ക്ഷണിക്കുമായിരുന്നു. അദ്ദേഹം വന്നു കഴിയുമ്പോൾ എതിർചേരിയിലുള്ള ആളുകളാണ് പെട്ടുപോകുന്നത്. കാരണം TG ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കുമ്പോൾ ആ ചർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹം ആ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യും. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം ഇതേ സംഭവം ഇതിനു മുൻപ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നടന്നിട്ടുണ്ടോ എന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ഡേറ്റ് ഉൾപ്പെടെ അദ്ദേഹം തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ചർച്ചയ്ക്ക് ഇരിക്കത്തുള്ളൂ. ഒരു പക്ഷേ ഇപ്പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനടിക്കും, അവന്റെ ഗവൺമെന്റ് അടിക്കും മുൻകാലങ്ങളിൽ ഇതേ കൃത്യം ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് TG ആ തെളിവും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കും. അത് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്യൂസ് ആയി പോകും. അങ്ങനെയൊക്കെ TG ഒരു കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ മുഖമുദ്രയായിട്ട് ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. BJP സംഘപരിവാർ സംഘടനകളുടെ മുഖമുദ്രയായിട്ട്. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കി. അതിന് കാരണം മറ്റൊന്നുമില്ല, അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയായിരുന്നു. അദ്ദേഹം ഈ ചർച്ച ഹോസ്റ്റ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് ടോളറേറ്റ് ചെയ്യാനുള്ള സഹിഷ്ണുത നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ക്രമേണ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കി. എന്നിരുന്നാൽ പോലും അദ്ദേഹം ABC മലയാളം, പത്രിക, അങ്ങനെ ധാരാളം YouTube ചാനലുകളിലൂടെ ജനങ്ങളുമായിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഇപ്പൊ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തല്ലിൽ പറഞ്ഞ സംഘപരിവാർ സംഘടനകളുടെ ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏറ്റവും അധികം ട്രെൻഡിങ് ആയി 2014 നമ്മുടെ BJPയുടെ ആദ്യത്തെ ഗവൺമെന്റിനെ, അതായത് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയാസിന്റെ ഒന്നും പിന്തുണ കൊണ്ടായിരുന്നില്ല, ഈ സോഷ്യൽ മീഡിയയുടെ പിന്തുണ കൊണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ആയിരുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചത്. പക്ഷെ അതേ BJP തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ബഹുദൂരം പിന്നോട്ട് പോയി. നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന നേരത്ത് ബഹുദൂരം പിന്നോട്ട് പോയി. അതിന്റെയൊക്കെ തിരിച്ചടി കാലക്രമേണ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ BJPയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ധാരാളം ബുദ്ധിജീവികളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അവരെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ അത് നടക്കുന്നില്ല, അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ BJPക്ക് വേണ്ടിയിട്ട് നാവായിട്ട് പ്രവർത്തിച്ച പല മാധ്യമ പ്രവർത്തകരും ഇന്ന് വായും കൂട്ടി നിശബ്ദമായിരിക്കുകയാണ്. അവർ മറ്റു പല കണ്ടന്റുകളും എടുത്ത് വെച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കൃത്യമായിട്ട് അവരെയൊന്നും അഡ്രസ് ചെയ്യാണ്ട് നേതൃത്വം തയ്യാറാവുന്നില്ല.
എന്തുകൊണ്ട് ഞാൻ പോലും ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ BJP അനുകൂലിച്ചുകൊണ്ട് വരുന്നില്ല? കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് എനിക്ക്. ഞാൻ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ വരുന്നത് മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് ആണ്. അവർക്ക് വിഭിന്നമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതിയുണ്ട്. സോ അവർ വന്നിരിക്കുമ്പോൾ ഞാൻ സംഘപരിവാറിന്റെ രാഷ്ട്രീയം മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെന്നെ കാണാൻ വരില്ല. എന്നാൽ ഇത് കാണുവാനായിട്ട് താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ പറയുന്നത് അവരത് വന്ന് കാണുവാൻ താല്പര്യപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ വായിട്ടളയുന്നത്. അവര് പോവും, മറുനാടൻ പോലെയുള്ള മാധ്യമങ്ങളുടെ പിന്നാലെ പോകും, മനോരമ ന്യൂസിന്റെ പിന്നാലെ പോകും, റിപ്പോർട്ടർ TVയുടെ പിന്നാലെ പോകും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നാവാകുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൈയടിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആരും തന്നെ വരില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ TGയെയും തള്ളി പറഞ്ഞിരിക്കുന്നത്. TGക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അടി എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നും അടി കിട്ടുന്നുണ്ട്, സ്വന്തം മിത്രങ്ങളുടെ ഭാഗത്തു നിന്നും അടി കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ TGക്കൊപ്പമാണ്, അത് ഞാൻ തുറന്നു തന്നെ പറയുക. അപ്പോൾ ഓക്കെ, ബൈ.